ഹായ് എവ്രി വൺ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ വഴിയേ പറയാം. പിന്നെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്ലസൻ്റ് ഡേ ആണ്, നല്ല സണ്ണി വൈബാണ്, നല്ലൊരു വെതറാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫ്ലവേഴ്സൊക്കെ പിക്ക് ചെയ്തിട്ട് റൂമിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. അപ്പം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളായിട്ട് ഞാനൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ, ഇത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ കുറേ പേരോടൊക്കെ ഞാൻ ഡൗട്ടൊക്കെ ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് ഞാൻ ഫൈനലി ആ ഒരു ഡിസിഷൻ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. വേറൊന്നുമല്ല, ഞാനൊരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെക്കാട്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയണമായിരിക്കും നല്ലത്. കാരണം ഒരു 5 years ബാക്ക് 2021 ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു ടൈമിലാണ് ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും കൂടെ ഈ ഒരു സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹെയർ ആക്സസറീസൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു സ്മോൾ ബിസിനസ് ആയിരുന്നു. അപ്പം ഈ ഒരു ഇൻസ്റ്റഗ്രാം ബിസിനസ് പേജ് ത്രൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പ്രോഡക്റ്റ്സൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം പേജൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി സെയിൽ ചെയ്യായിരുന്നു. അത് നമ്മുടെ അറിയുന്ന റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ. പിന്നെയാണ് ഇങ്ങനൊരു പേജിലേക്ക് അപ്ഡേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് കേട്ടോ ബിസിനസ് നെയിം. സ്പെസിഫിക് റീസൺ ഒന്നുമില്ല ഈ ഒരു നെയിം ഇടാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര യൂണീക്കായി തോന്നിയതുകൊണ്ട് ആ ഒരു പേരിട്ടതാണ്. പിന്നെ അത്യാവശ്യം നല്ല സെയിൽസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 500+ സെയിൽസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴുള്ള എല്ലാ എക്സ്പെൻസും ഞാനത് ആ ഒരു പ്രോഫിറ്റിൽ നിന്നായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുകയാണ് കേട്ടോ. അന്ന് ഈ ഒരു ബിസിനസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിർത്തേണ്ട വന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അന്ന് പാക്ക് ചെയ്ത് മാറ്റി വെച്ചതാണ് ഈ ഐറ്റംസൊക്കെ. ഇത് ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ തന്നെ ഡിസൈനൊക്കെ ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതായത് പാക്കിംഗ് മെറ്റീരിയൽസൊക്കെയാണിത്. അപ്പം ഇത് പിന്നെയും യൂസ് ചെയ്യേണ്ട വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും അധികം താങ്ക് യു കാർഡ്സൊക്കെ ഞാൻ അന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ തന്നെ ക്യാൻവയിൽ പോയിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുള്ളതാണ് ആ കാണുന്ന എല്ലാ ഐറ്റംസും. എനിക്ക് പിന്നെ പണ്ടേ യെല്ലോനോടൊരു ക്രേസ് ആയതുകൊണ്ട് എൻ്റെ പ്രൊഫൈൽ ഒരു യെല്ലോ തീമിലാണ് കേട്ടോ, യെല്ലോ ആൻഡ് ഗ്രീൻ തീമിലാണ്. അതുകൊണ്ട് ആണ് ഈ ഒരു താങ്ക് യു കാർഡ് ഗ്രീൻ ആക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് സ്ക്രഞ്ചി ടാഗ്സ് ആണ്. സ്ക്രഞ്ചി ടാഗ്സ് മാത്രമായിട്ടല്ല, ഹെയർ ക്ലിപ്സൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ ക്ലിപ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. പിന്നെ ഇതൊരു താങ്ക് യു സ്റ്റിക്കേഴ്സാണ്, പാക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുള്ള കേട്ടോ. ഇത് മാത്രം ഞാൻ ആമസോണിൽ നിന്ന് എങ്ങാനും പർച്ചേസ് ചെയ്തതായിരുന്നു. അതിൻ്റെ ലിങ്കൊന്നും ഇപ്പം എൻ്റെ കയ്യിലുള്ള, ആ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്തതായിരുന്നു. ഈ ഒരു ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കണതിൻ്റെ ഒരു 2 days ബാക്ക് വരെ എനിക്ക് ഇങ്ങനെ എന്താ പറയുക ഇൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോഴും സ്ക്രഞ്ചീസ് സെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ വന്നു, ഇപ്പോഴും ആൾക്കാർക്ക് അത് ആവശ്യമായിട്ടുണ്ട്, ഇപ്പോഴും ആൾക്കാർ ഓർത്ത് വെച്ചിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ അക്കാദമിക്കലി ഉള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ചെറിയൊരു ഇൻകം ഏൺ ചെയ്യാം എന്നുള്ളതിനെക്കാട്ടി ഉപരി എനിക്കെൻ്റെ പാരൻസിനെ എന്താ പറയുക എൻ്റെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് പോലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് ബുക്സ്, അതുപോലെ ട്രാവൽ എക്സ്പെൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട. ഭയങ്കരമായിട്ട് ഏൺ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാനിപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എൻ്റെ സ്റ്റഡീസ് തന്നെയാണ്. ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് വേണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. കാരണം ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത്ര ഒരു ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നാറില്ല. കാരണം ഞാൻ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിൽസൊക്കെ നടത്തുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് സെയിൽസ് നടത്തണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് കസ്റ്റമൈസേഷൻ, ബൾക്ക് ഓർഡേഴ്സ് ഒന്നും പിക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. ജസ്റ്റ് റാൻഡംലി വേണ്ട ആൾക്കാർക്ക് അത് സെല് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഈ വക സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ നീഷുമായിട്ട് ഒത്തുപോകുന്നത് കൊണ്ട് തന്നെ
അതും എനിക്കത്ര വലിയൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ട് തോന്നുന്നില്ല. കാരണം യൂട്യൂബിന് വേണ്ടി മാറ്റി വെച്ച അതേ ടൈം തന്നെ മതിയാവും അതിന് വേണ്ടിയിട്ടും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് സെയിൽസ് നടക്കുമെന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. കാരണം ഒരു 2 ഇയേഴ്സ് വരെ നിർത്തി വെച്ചൊരു ബിസിനസ് ആയിരുന്നില്ലേ. നെക്സ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പാക്കിംഗ് ബാഗ്സ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു റാപ്പിംഗ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇത് DIY ചെയ്തിട്ട് പാക്കിംഗ് ബാഗ്സ് ഉണ്ടാക്കുകയാണ്. ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് നമ്മുടെ പേജിൻ്റെ തീമുമായിട്ട് അത്യാവശ്യം മാച്ച് ആവുന്നുണ്ട്. കുറച്ച് യെല്ലോ ഡിസൈൻസ് ഒക്കെ അതിലുണ്ട്. ഈ ഒരു റാപ്പിംഗ് പേപ്പർ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു വീഡിയോയിൽ കാണുന്ന അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഞാൻ പണ്ടേ ഈ ഒരു മെത്തേഡ് തന്നെയായിരുന്നു പാക്കിംഗ് ബാഗ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനന്ന് ബട്ടർ പേപ്പർ വെച്ചിട്ടായിരുന്നു പാക്കിംഗ് ബാഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം റാപ്പിംഗ് പേപ്പർ യൂസ് ചെയ്യണു, അത്രേ ഉള്ളൂ. പിന്നെ ഈ വക ഐറ്റംസൊക്കെ റെഡിമെയ്ഡായിട്ട് മാർക്കറ്റിലൊക്കെ എന്തായാലും അവൈലബിൾ ആണ്. എനിക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രസമാണ്, അതുകൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പൈസയും ലാഭിക്കാമല്ലോ, അത് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സമയത്ത്, അതായത് അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഞാൻ എൻ്റെ സ്മോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അധികം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിൻ്റെ റിലേറ്റഡ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഡിലീറ്റ് ആക്കേണ്ട വന്നതാണ്. ഈ ഒരു പാക്കിംഗ് ബാഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഏകദേശം ഈ ഒരു സൈസ് മാത്രമല്ല, പല പല സൈസിലും ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഓർഡേഴ്സ് എത്രയാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആകെ 2 റാപ്പിംഗ് പേപ്പർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം ചെറിയ സൈസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു മീഡിയം, സ്മോൾ ആ ഒരു സൈസിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും പാക്കിംഗ് കവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതുകൂടാതെ കുറച്ച് കൊറിയർ ബാഗ്സ്, ബാക്കി കുറച്ച് പാക്കിംഗ് ഐറ്റംസ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അന്നേ വാങ്ങി വെച്ചതൊക്കെ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മാറ്റി ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇതൊക്കെ തട്ടിൻ്റെ പുറത്ത് ഞാൻ അന്നേ മാറ്റി വെച്ച ഐറ്റംസ് ആയിരുന്നു. അടുത്തൊരു റാപ്പിംഗ് പേപ്പർ കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പല DIYസിലും ചെയ്യണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റാപ്പിംഗ് പേപ്പറാണ് കേട്ടോ. കാരണം ഇത് കാണാനും ഒരു അടിപൊളി ലുക്കാണ്. പിന്നെ ഇതിന് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതായത് റോസാപ്പൂവിൻ്റെ അതേ ഒരു സ്മെല്ലാണ്, ഭയങ്കര അഡിക്റ്റീവാണ്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്യാനൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓർഡേഴ്സ് വരുന്ന ടൈമിലും അവർക്ക് ഫ്രീ ബീസ് കൊടുക്കും, ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റ്സ്. അപ്പോൾ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെയാണ് മെയിനായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ പാക്കേജസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു പ്ലസൻറ്റ് ഫീൽ ആയിരിക്കണം, നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നല്ല സ്നേഹത്തോടെ കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സൈസിലുള്ളത് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയാണ് അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡിഫറെൻറ്റ് സൈസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓർഗനൈസറിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ട്വൈന് മറ്റ് പാക്കിംഗ് ഐറ്റംസൊക്കെ ഓൾറെഡി അതിൽ തന്നെ ഉണ്ട്. കറൻ്റ്ലി നമ്മുടെ കയ്യിലുള്ള പാക്കിംഗ് ഐറ്റംസ് എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനൊരു 2 ഇയേഴ്സ് ബാക്ക് എങ്ങാനും വാങ്ങി വെച്ചിട്ടുള്ള ഈ ക്ലിപ്സാണ് കേട്ടോ. അതായത് ബോസ്, ഹെയർ ക്ലിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ എങ്ങനെയായിരുന്നു തോന്നുന്നു പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ പണ്ടെങ്ങാണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് തന്നെ അതേ പാക്കേജ് തന്നെ മാറ്റി വെച്ചതായിരുന്നു. ഇതൊന്ന് വേറൊരു ഓർഗനൈസറിലേക്ക് മാറ്റി വെക്കുകയാണ്.
ഇതൊന്നും കേട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ഇന്നത്തെ ഓർഗനൈസിംഗ് എന്ന് പറയണത് ഇത്രയാണ് കേട്ടോ. ഈ ഒരു ഡേ ഞാൻ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. അന്ന് ഞാനൊരു ഫെസ്റ്റിന് പോയ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതേ ഡേ തന്നെയാണ് കേട്ടോ ഇത്. അന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അത് കഴിഞ്ഞ് നൈറ്റിലാണ് നമ്മൾ ഫെസ്റ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഷോപ്പിൽ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്ന ഈ ഒരു ഷോപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫാബ്രിക് അങ്ങനെ ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു ഡേ ആണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളുടെയൊക്കെ ചെറിയൊരു ഹോള് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഫാബ്രിക്സ് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്ക്രഞ്ചീസ് ആണല്ലോ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്, സ്ക്രഞ്ചീസ് ആൻഡ് ബോസ്. അപ്പം പിന്നെ കുറച്ച് ഫാബ്രിക്സ് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. പ്രിൻറ്റഡ് ആണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ സാറ്റിൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് കളേഴ്സ് എന്ന് പറയണത് യെല്ലോ, ബ്ലൂ, പേർപ്പിൾ ആണ് കേട്ടോ. ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇതേ കളേഴ്സ് തന്നെയാണ് അധികം ഉള്ളത്. ഞാനിത് വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. കാരണം പെട്ടെന്ന് കണ്ണിന് സ്ട്രൈക്ക് ആവുക ഈ കളേഴ്സൊക്കെയാണ് കേട്ടോ. പിന്നെ ഫ്രീ ബീസ് കൊടുക്കാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വാങ്ങിച്ചിട്ടുള്ളതല്ല, പ്രിൻ്റ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ ബട്ടർ പേപ്പർ, അതുപോലെ ബ്രൗൺ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പാക്കിങ്ങിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വൈറ്റ് റിബണും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കീ ചെയിനൊക്കെ ആവശ്യമായിട്ടുള്ള ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സെല്ലോ ടാപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ത്രെഡ്സ്, അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങൾ, പിന്നെ ഗ്ലൂ, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഫാബ്രിക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലൂ ആണ് കേട്ടോ. പിന്നെ കുറച്ച് സീക്വൻസസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, എന്നാലും വാങ്ങിച്ചതാണ്. പിന്നെ വേറൊരു ദിവസം ഞാൻ പുറത്ത് പോയപ്പോൾ ഫ്ലവർ ഷോപ്പിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങി. കുറച്ച് ഫ്ലവേഴ്സ് അല്ല, ഒരു ഫ്ലവർ ബേബി ബ്രത്താണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറൊരു വീഡിയോയിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഒരു കാരണം, ഈ ഒരു സ്മോൾ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് പ്രൊഡക്ട്സൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് സൈഡിൽ ഡെക്കോറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു ബേബി ബ്രത്ത് പണ്ട് മുതലേ യൂസ് ചെയ്യണതാണ്. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായ സ്ഥിതിക്ക് ഇനി മെയിനായിട്ടുള്ള പരിപാടിയാണ് സ്ക്രഞ്ചീസ് അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. സ്റ്റിച്ചിങ് എനിക്ക് മെയിൻലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സും ചൂസ് ചെയ്തത്. കാരണം സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പം ഞാൻ ആദ്യം സാറ്റിൻ്റെ ഈ ഒരു പീച്ച് കളറിലുള്ള ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ മടക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. പിന്നെ കാര്യമായിട്ട് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. കാരണം ഞാൻ ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഏകദേശം അളവ് കാണാൻ തന്നെ മനസ്സിലാവും. ഓരോരോ ഫാബ്രിക്സും ഇതുപോലെ മടക്കി വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. കാരണം പിന്നീട് നമുക്ക് കട്ടിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. കാരണം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ മെയിൻ ഹോബി അല്ലെങ്കിൽ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നാൽ മെയിനായിട്ട് ഇതിലേക്കായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 ഇയേഴ്സായിട്ട് അതൊന്നും ചെയ്യണ്ടായിരുന്നില്ല. പിന്നെയും ഇതിലേക്ക് തന്നെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും എന്തൊക്കെയോ എക്സൈറ്റ്മെൻറ്റൊക്കെ തോന്നും കേട്ടോ. ഈ ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. യെല്ലോ ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. എന്നാലും എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ ഡിസൈനും ഈ ഒരു ഫാബ്രിക് മെറ്റീരിയലും എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമായി. സ്ക്രഞ്ചീസ് ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത്.
യെല്ലോ ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. എന്നാലും എനിക്ക് എന്താ പറയുക, ഡിസൈനും ഈ ഒരു ഫാബ്രിക് മെറ്റീരിയലും എല്ലാം കൊണ്ടും ഭയങ്കര ഇഷ്ടമായി. സ്ക്രഞ്ചീസ് ഇതുകൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം ഇത്രയും ഫാബ്രിക്സ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഫാബ്രിക്സും ഒന്നും കട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനീഷ്യലി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ സ്പഞ്ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഷോർട്സ് ആക്കിയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പോയി കണ്ടോളൂ. ഇനി വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ ഫസ്റ്റ് വീഡിയോ ഹൗ ടു മേക്ക് സ്പഞ്ചീസ് ഇൻ മലയാളം എന്നായിരുന്നു കേട്ടോ. അതിന് അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം അതും ഡിലീറ്റ് ആക്കേണ്ട വന്നതാണ്. ആദ്യം എല്ലാം ഈ ഒരു ടൈപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു സ്ക്രഞ്ചി ട്യൂബ്സ് എന്നാണ് ഇതിനെ പറയുക. ഈ ഒരു ടൈപ്പിലാക്കി എടുക്കുക. എന്നിട്ടാണ് ഇലാസ്റ്റിക് യൂസ് ചെയ്തിട്ട് അത് സ്ക്രഞ്ചി പോലെ ആക്കുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ യൂഷ്വലി എന്തെങ്കിലും സിനിമ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസൊക്കെയാണ് കാണാറുള്ളത്. പിന്നെ ഇത് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ടൈം ലാപ്സുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ കാര്യമായിട്ട് എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമുള്ള കാര്യമാണ്. പിന്നെ സ്റ്റഡീസിൻ്റെ ഒപ്പം എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്മോൾ ബിസിനസ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. വേറൊന്നും കൊണ്ടുമല്ല, എൻ്റെ കൂടെ പഠിച്ചുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട് ടൈം ജോബിനാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടൈം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഇതാകുമ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ടൈം മാനേജ് ചെയ്യാം. എക്സാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. കാരണം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും തന്നെ വെക്കേഷൻ മോഡ് ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇത്രയും സ്ക്രഞ്ചീസാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മെയിനായിട്ട് പ്രൊഡക്റ്റ് ഫോട്ടോഷൂട്ടിനാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലല്ലേ നമുക്ക് സെയിൽസൊക്കെ വരുള്ളൂ. അതിനനുസരിച്ച് ഇനീഷ്യലി പിന്നെ ബാക്കി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർന്നിരിക്കുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഈ യെല്ലോ സ്ക്രഞ്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും അടിപൊളിയായിട്ട് കാണാനെന്ന്. പിന്നെ എല്ലാം ഒന്നിനൊന്ന് കാണാൻ ഭംഗിയുണ്ട്. പിന്നെ സ്ക്രഞ്ചീസ് മാത്രമല്ല, വേറെ ടൈപ്പ് ഹെയർ ആക്സസറീസ്, ഹെയർ ബോസ് എല്ലാം നമ്മൾ സെല് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഹെയർ ക്ലിപ്സും സെല് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഒരു പാർട്ടി വൈബിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് കേട്ടോ. ഇനി മെയിനായിട്ടുള്ള പരിപാടി പ്രോഡക്റ്റ് ഫോട്ടോഷൂട്ടാണ്. അതിനിങ്ങനെ ഒരു ഡെക്കോറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് ഫോട്ടോഷൂട്ട് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ആ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് പാക്കിംഗ് എസെൻഷ്യൽസും കൂടെ ഉണ്ടാക്കാനായിട്ടുണ്ട്. അതിൻ്റെ മുന്നേ ഈ ഫ്രീബീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഐറ്റംസൊക്കെ. എല്ലാം ഒരു യെല്ലോ വൈബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പേർപ്പിൾ തീമിലുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നേരെ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ സൈസായി പോയിട്ടോ. ഞാനൊരു A4 സൈസിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ കേട്ടത് മാറിപ്പോയി. അതിനെക്കാട്ടും വലിയ സൈസിലാണ് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എനിവേ ഇത് നമുക്ക് സ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ആൾക്കാർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇത് സ്റ്റിക്കറായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബട്ടർഫ്ലൈ ആണ്. അതുകൊണ്ട് ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല കേട്ടോ ഇങ്ങനെ പ്രിൻ്റ് എടുക്കുന്നത്. പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക. അതായത് ആ ഒരു ഡിസൈനിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിടുക. എന്നാലേ ഇത്
ഒരു കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അതാണ്. അപ്പോൾ ഇതെല്ലാം അതിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ആരെങ്കിലും ഓർഡേഴ്സൊക്കെ വരുന്ന ടൈമിൽ അവർക്ക് ഫ്രീ പീസായിട്ട് കൊടുക്കേണ്ടതാണ്. പിന്നെ വേറെ ഐറ്റംസും ഇതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ജസ്റ്റ് സ്റ്റിക്കേഴ്സ് മാത്രമല്ല. പിന്നെ ഓരോരുത്തരും ഓർഡേഴ്സ് എത്രയാണോ തരുന്നത് അതിനനുസരിച്ച് ഗിഫ്റ്റിലും ചേഞ്ചസ് വരും കേട്ടോ. പിന്നെ അതുപോലെ സ്ക്രഞ്ചീസിൻ്റെയും ഒരു സ്റ്റിക്കർ ഉണ്ട്. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ കുറച്ച് പാക്കിംഗ് ബാഗ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ബട്ടർ പേപ്പറും ബ്രൗൺ പേപ്പറും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് പാക്കിംഗ് ഐറ്റംസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഇപ്പം. ഇതിൻ്റെ മുന്നേ കണ്ട അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പാക്കിംഗ് ഐറ്റം ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ 2 years ബാക്ക് വരെ ഇതുതന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും പാക്കിംഗ് ബാഗ്സ് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി മെയിനായിട്ടുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കുക, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ക്യാൻവയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഒരു അപ്പോളജി ലെറ്റർ അല്ലെങ്കിൽ അപ്പോളജി പോസ്റ്റാണ്, സ്റ്റോറിയും പോസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാനൊന്നും ഒരു ഇൻഫോർമേഷനും ചെയ്യാതെയാണ് അന്ന് പേജ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഡീആക്ടിവേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടൊരു അപ്പോളജി ലെറ്റർ പോലെ ചെയ്യുകയാണ്. കാരണം എന്താണ് ഞാൻ ഒരു പേജ് സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ, ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ പോകാനുള്ള കാരണം, ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടൊരു അപ്പോളജി പോസ്റ്റ് ചെയ്യുകയാണ്. ക്യാൻവ ആണ് ഞാൻ ഇങ്ങനത്തെ എല്ലാ സ്മോൾ ബിസിനസ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് തമ്പനെയിലൊക്കെ ഉണ്ടാക്കാനും ഞാൻ ക്യാൻവ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഫൈനലി ഗൈസ് ഞാൻ ഈ ഒരു സ്മോൾ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രെയറൊക്കെ ഉണ്ടാവട്ടെ. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിന് വരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ ഒന്നും എവിടെയും വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു സ്മോൾ ബിസിനസ് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾ സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഫോളോ ചെയ്തിടുക. ഞാൻ കണ്ടൻറ്റൊക്കെ അവിടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു സക്സസ് ആവുള്ളൂ ഇത്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.